അതുപോലെ നല്ലൊരു ചക്കയെരിശ്ശേരി നമുക്ക് ഉണ്ടാക്കിയാലോ. ചക്കക്കുരുവും ചുളയും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു നല്ല വിളഞ്ഞൊക്കെയാണ്. അതൊരു കഴുകി വൃത്തിയാക്കി നമുക്കൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. അതിനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അര ടീസ്പൂണോളം മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഇത് ശരിക്കും നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടും. ഇനി ഇത് അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ആ സമയം കൊണ്ട് ഒരു അരപ്പ് തയ്യാറാക്കണം. അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് ഒന്ന് പൊടിച്ചെടുക്കണത്. കഷ്ണമെല്ലാം നന്നായിട്ട് വേവാനായിട്ട് വെച്ചിരിക്കുകയാണ്. ചക്കക്കുരുവൊക്കെ ഒന്ന് ഉടച്ച് നോക്കുമ്പോൾ അറിയാൻ വെന്തിട്ടുണ്ടോ എന്ന്. നന്നായിട്ട് വെന്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് നന്നായിട്ട് ഒന്ന് തിളയ്ക്കാൻ വെക്കണം. വെള്ളം കുറവാണെങ്കിൽ അല്പം വെള്ളം കൂടുതലേക്ക് ചേർത്ത് കൊടുക്കാം. ചക്കക്കുരു തേങ്ങ എല്ലാം ചക്കയും ചക്കക്കുരുവും കൂടെ ചേർത്ത് വെന്ത് തേങ്ങ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് വറവ് തയ്യാറാക്കാം. ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക്, ഉഴുന്ന്, പിന്നെ കരിവേപ്പില, മുളക്, ഉണക്കമുളക് 1-2 ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. മൂത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കണം. തേങ്ങ ഇനി നന്നായിട്ടൊന്ന് കളർ മാറി വരുന്നവരെ ചൂടാക്കണം. അപ്പോൾ അതിന് ശേഷം വറുത്തത് നമ്മുടെ കറിയിലേക്ക് എരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് അടച്ചു വയ്ക്കുക. അതിന് ശേഷം അല്പം സമയം കഴിയുമ്പോൾ ഇളക്കി കഴിയുമ്പോൾ നല്ല ടേസ്റ്റായിട്ടുള്ള ചക്ക എരിശ്ശേരി നമുക്ക് തയ്യാറാക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത്. ചക്കയുടെ സീസണിൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ചക്ക എരിശ്ശേരി ഇതാ തയ്യാറായിട്ടുണ്ട്.